അഡ്വക്കേറ്റ് അലൂർ, താങ്കളാണോ ഈ കേസ് വാദിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പ്രതികളുടെ കേസിൽ നിന്നും ആളുകൾ വിളിച്ചതനുസരിച്ചും പ്രതി ആവശ്യപ്പെട്ടതനുസരിച്ചും ഈ കേസ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്തത്. എൻ്റെ ഒപ്പം അഡ്വക്കേറ്റ് തോസിഫ് ഷെയ്ഖ്, അഡ്വക്കേറ്റ് ഷാ എന്നിവരും ഹാജരാകുന്നുണ്ട്. അവരെൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഈ കേസിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പ്രതി ഒറ്റയ്ക്കായിരിക്കില്ല കുറ്റം ചെയ്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. വെറും ഒരു കുട്ടി തുറിച്ചു നോക്കി ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല ഈ കുറ്റം ചെയ്തു, ഇത്രയും അമാനുഷികമായ ഒരു കുറ്റം ചെയ്തു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അടുത്ത എത്ര ദിവസത്തേക്കാണ് കോടതി കൊടുത്തിരിക്കുന്നത്? ഇന്ന് സർക്കാർ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട്, ഇൻവെസ്റ്റിഗേഷനുള്ള പ്രോഗ്രസ് കാണിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 7/2/2017 വരെ പോലീസ് കസ്റ്റഡി കൊടുത്തിരിക്കുക. ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി താങ്കൾ വാദിക്കാൻ തയ്യാറാകുമോ? തീർച്ചയായിട്ടും അല്ല. പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഈവൻ കുട്ടി മലയാളി ആണെങ്കിൽ പോലും ഒരു പ്രതിയുടെ ഭാഗത്തുനിന്ന് വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ഹാജരാകാൻ സാധ്യമല്ല. ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് തോന്നാൻ കാരണം എന്താണ് താങ്കൾ? കാരണം ഈ ഒരു ചെറിയ കാരണം കൊണ്ട് ഈ കുട്ടിയെ കൊലപാതകം ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ പ്രതികൾ ഒരുപക്ഷെ ഈ പറയുന്ന വാച്ച്മാനോ അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തവരുണ്ടായിരിക്കാം. കാരണം ഈ കുട്ടി അവിടെ വരുന്നുണ്ട് എന്ന് അറിയുന്നത് ആളുകൾ ഈ പറയുന്ന പ്രതി അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെ ഒരു ദുരൂഹത നിലനിൽക്കുന്നു. തുറിച്ചു നോക്കിയത് കൊണ്ട് മാത്രം ഒരു കൊലപാതകം നടത്താൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇല്ല. ഒരേ ഒരു കാരണം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. ഈ കുട്ടിയെ തുറിച്ചു നോക്കി, ആ തുറിച്ചു നോക്കിയത് കമ്പനിയിൽ ചെയ്യുന്നതിന് ഒറ്റ കാരണം കൊണ്ട്, ഈ കാരണം കൊണ്ട് മാത്രമാണ് ഒരു കൊലപാതകം ഒരിക്കലും വിശ്വസിക്കാൻ പ്രതിഭാഗം അഭിഭാഷകന് എനിക്ക് സാധ്യമല്ല.